സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ത്യ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ട് ഏകദേശം 70 കൊല്ലത്തിലധികമായി. 7 പതിറ്റാണ്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ 75 കൊല്ലമാവാൻ ആയി. എന്നിട്ടും നമുക്ക് ഇതേവരെ ഒരു സ്വതന്ത്ര രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യം സ്വന്തമായി മെനഞ്ഞ ഒരു ഭരണഘടനയില്ല. ഇപ്പോഴുള്ള ഭരണഘടന എന്നത് വലിയ പാവനമാണ് എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിലും 100% പാവനം തന്നെയാണത്. പക്ഷേ അതിന് അതിൻ്റേതായ വൈകല്യങ്ങളും കുറവുകളും ഒക്കെ അതിനുണ്ട്. അതായത് ഭരണഘടന നമുക്ക് തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വോട്ടവകാശമാണ്. ഇപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് വരും. എന്തൊക്കെയാണെങ്കിലും അതിൽ എല്ലാ ഒരു ഇന്ത്യൻ പൗരനും സാർത്ഥകമായ ഒരു പങ്കുണ്ട്. മാത്രമല്ല, ആ പങ്ക് സമത്വസുന്ദരവുമാണ്. അംബാനിക്കും അഡാനിക്കും നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും രാജീവ് ഗാന്ധിക്കും എന്തിനു വേണ്ട എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും, എന്തിന് ഇപ്പം ഞങ്ങളെ കൂടെയുള്ള തങ്കത്തിനും, അതായത് ഒരു 2 വയസ്സിൻ്റെ ബുദ്ധി മാത്രം ഉള്ള മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള തങ്കമണിക്കും ഒരേ അവകാശമാണ് വോട്ട്. അതിൻ്റെ വില തുല്യമാണ്. നമ്മളെ ഭരണഘടന നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അവകാശം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ആ അവകാശം മാത്രം മതിയോ നമുക്ക്? മാത്രമല്ല, നമ്മളെ ഈ വെള്ളക്കാരൻ അവൻ്റെ നിയമങ്ങൾ, അവൻ പടച്ചുണ്ടാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അവൻ്റെ പാർലമെൻറ്റിൽ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചിട്ട് തന്നെ വേണോ നമ്മളെ ഭരണഘടന? നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാക്കാൻ കഴിയില്ലേ? വെള്ളക്കാരൻ ഇവിടുന്ന് പോയി ഡീകോളനൈസിങ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അപകോളനീകരണം നടന്നു. എങ്കിലും അവരുണ്ടാക്കി വെച്ച വസ്തുക്കളൊക്കെ തന്നെ അവരുടേതല്ലേ, അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. അതേപോലെ തന്നെ ആ വ്യവസ്ഥകളായിക്കോട്ടെ, അവരുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇന്നും നമ്മൾ മാറ്റാൻ വരെ നമ്മളെ ജനാധിപത്യ ബോധം വളർന്നിട്ടില്ല എന്നതിന് തെളിവില്ല. ഇന്നും അവനുണ്ടാക്കി തന്ന ഭരണഘടന, അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസ രീതികൾ, അവൻ്റെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഭരണ രീതികൾ കോടതി, റവന്യൂ, പോലീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവനുണ്ടാക്കി തന്നു തന്നെയാണ് നടത്തുന്നത്. അവൻ അങ്ങോട്ട് പോയതോടുകൂടി അവൻ്റെ
അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിലവാരമുള്ളത് എന്ന ഒരു ബോധം നിർഭാഗ്യവശാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച എല്ലാവർക്കും ഉണ്ടായി നടത്തും. അതുകൊണ്ടാണ് ഈ ലോകം മുഴുക്കെ കവർച്ച ചെയ്ത് നശിപ്പിച്ച ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ വെള്ളക്കാരൻ്റെ സംസ്കാരമാണ് ഏറ്റവും മഹത്തരമെന്നും മഹനീയമെന്നും ഉന്നതമെന്നും ബോധം നമുക്കുണ്ടാവുകയും അതാണ് ഏറ്റവും ശരി എന്ന ബോധത്തിൽ അതിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് വികസിക്കാനാവൂ എന്ന ബോധം നമ്മളിൽ അങ്ങോട്ട് വളരെ കൂടുതലായിട്ട് പകർന്നു തരാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞു. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിച്ചത്. അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. പക്ഷേ ആ വട്ടത്തിൽ നിന്ന്, ബ്രിട്ടീഷ് കൾച്ചറിൻ്റെ വട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൻ്റെ വട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം തന്നെ നമുക്ക് പറയാവുന്നത് എത്രയോ തെളിവുകൾ അതിനുണ്ട് നടത്തും. ഞാൻ ഒന്ന് പറയും. എന്തായാലും ആദ്യമായിട്ട് ഈ ഭരണഘടന നമുക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം എന്നതിൽ ഈ ഭരണഘടന ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ 10 കൊല്ലത്തിനകത്ത് നമുക്ക് ഭരണഘടന ഉണ്ടാക്കണം എന്ന് നെഹ്റു പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ എന്തായാലും ഇന്ന് ഈ ഭരണഘടനയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊന്നും റെഫർ ചെയ്തിട്ടല്ല പറയുന്നത്. എന്നാലും വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല എന്നത് എനിക്ക് ചെറിയ നമ്പറുകളിലൊക്കെ തെറ്റുണ്ടാവുമെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന അതിൻ്റെ ഉത്ഭവമായിട്ട് പറയാവുന്നത് 1835 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കിയത്. അത് ഒരിക്കലും സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി അവർ പടച്ചതല്ല. ഇന്ത്യക്കാരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഇന്ത്യക്കാർക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന് മാത്രമേ അവരുദ്ദേശിച്ചിരുന്നുള്ളൂ. അതനുസരിച്ച് യഥാർത്ഥത്തിൽ അതിന് അവർ നിയമിച്ചത് അല്ലെങ്കിൽ നിയോഗിച്ചത് ഇന്ത്യക്കാർ തന്നെയാണ്. പക്ഷേ ആ ഇന്ത്യക്കാർക്കൊക്കെ എന്ത് വേണം? തിരഞ്ഞെടുക്കണം. രണ്ട് രീതിയിൽ തിരഞ്ഞെടുക്കാം. ഒന്ന് ജനറലായിട്ടുള്ള ആൾക്കാരെ, പിന്നെ ഒന്ന് കമ്മ്യൂണലായിട്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ്. ആകെപ്പാടെ 292 പേരാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ 292 പേരെ തിരഞ്ഞെടുക്കാം. അതിന് തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്താണ്? നമ്മൾ ഇന്ത്യക്കാരിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ്. പക്ഷേ ഇന്ത്യക്കാരെ എല്ലാവരും കൂടി പറ്റില്ല കേട്ടോ. എല്ലാ ഇന്ത്യക്കാർക്കുമുള്ള വോട്ടവകാശമല്ല. ആകെ വോട്ടവകാശം ആർക്കൊക്കെ ഉള്ളൂ? 2 പേർക്ക് മാത്രം. ഒന്ന് നികുതി കൊടുക്കുന്നവർ, പിന്നെ ഒന്ന് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഉള്ളവർ. ഇങ്ങനെയുള്ള ഇന്ത്യക്കാർ മാത്രമേ വോട്ടവകാശത്തിന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവിടെ ഒരു ഫ്യൂഡലിസം നടക്കുന്ന കാലമാണ്, ഫ്യൂഡലിസ്റ്റ് കൾച്ചറാണ് അവിടെ. അതുകൊണ്ട് തന്നെ സാധാരണ കുടിയാനോ താഴേക്കടയിലുള്ള തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള അധികൃത വർഗത്തിനോ ഒന്നും വോട്ടവകാശം ഇല്ല എന്നർത്ഥം. അങ്ങനെയുള്ള അതിൽ നിന്നാണ്
അവരാണ് വോട്ടവകാശം തീരുമാനിക്കുന്നത്. അവർക്കാണ് വോട്ടവകാശമുള്ളത്. അങ്ങനെ ഈ പിന്നെ 92 പേരാണെന്ന് തോന്നുന്നു ഈ നാട്ടുരാജാക്കന്മാരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സിനെയും 92 പേരെടുക്കും. അങ്ങനെ ആകെ 192 98 പേർ, അങ്ങനെ അതായത് അത്രയും പേര് 300 ചില്ലാനം പേര് ഉള്ള ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അങ്ങനെയായിരുന്നു. അതല്ലാതെ ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ആൾക്കാർക്ക് പോലും അറിയില്ല അവർ ഇന്ത്യയെ അല്ല പ്രതിനിധീകരിക്കുന്നതെന്ന് പോലും. അവർ പ്രതിനിധീകരിക്കുന്നത് നികുതി കൊടുക്കുന്നവരെയും പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉള്ള ആൾക്കാരെയും മാത്രമേ പ്രതിനിധീകരിക്കുന്നു എന്ന് പോലും അവർക്ക് ബോധം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അത്രത്തോളം അവർ മാനസികമായ പ്രാക്ഷാളനം നടത്തപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് അതിൻ്റെ തൊട്ട വാചകം തന്നെ, ആദ്യത്തെ വാചകം. അതിൽ വി എന്നത് ഇന്ത്യൻ ജനതയല്ല, ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളെ പ്രതിനിധിക്കുന്നവരാണ് എന്ന് അവർക്ക് പോലും തോന്നായിരുന്നത് അർത്ഥം. അതായത് അത്രത്തോളം മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തപ്പെട്ടവരായിരുന്നു അന്നത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ എന്നും, അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ചർച്ചകളൊക്കെ വളരെ വിപുലമായിട്ടും കൃത്യമായിട്ടും ഇപ്പോൾ കിട്ടും. അതിൽ ഒരാൾ പോലും ഇങ്ങനൊരു സംശയം പോലും പ്രകടിപ്പിച്ചതായിട്ട് കേട്ടിട്ടില്ല. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതാൻ നമുക്ക് അർഹതയില്ല. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ കാറ്റഗറി ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയുടെ പ്രാതിനിധ്യം നമുക്കില്ല എന്ന് മനസ്സിലാക്കാൻ പോലും ഈ പാവങ്ങൾക്ക് ബോധമുണ്ടായിരുന്നു. അത്രത്തോളം മാനസികമായ പ്രാക്ഷാളനത്തിന് അടിമപ്പെട്ടവരായിരുന്നു അവർ എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. എന്ന് വെച്ചിട്ട് അത് വളരെ മോശമാണെന്നല്ല പറയണം. അതുകൊണ്ടാണ് ഇന്നെങ്കിലും നമുക്കും ഒരു സ്വാതന്ത്ര്യത്തിൽ ഒരു നിമിഷമെങ്കിലും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പ് എന്നർത്ഥം. ആ ഒരു നിമിഷമെങ്കിലും, പിന്നീട് നമ്മളെ വിവേചന അധികാരം മുഴുവൻ കവർന്നെടുക്കുകയാണ്. പിന്നെ നമുക്ക് 5 കൊല്ലം കഴിയുമ്പോഴാണ് ഈ ഒരു നിമിഷം കിട്ടുന്നത്. അത് നൽകിയത്, അത് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും നൽകിയത് ഈ നമ്മുടെ ഭരണഘടന തന്നെയാണ് കേട്ടോ, യാതൊരു സംശയമല്ല. പക്ഷേ അത് അവിടെ നിന്നാൽ പോരാ, അത് കൂടുതൽ പരിഷ്കരിക്കുകയും കൂടുതൽ ശാസ്ത്രീയമായി അധികാരങ്ങളും വിവേചന അവകാശവും കൂടുതൽ നിമിഷങ്ങൾ, കൂടുതൽ സമയങ്ങൾ, കൂടുതൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ കൂടുതൽ പരിഷ്കരിക്കുക, ശാസ്ത്രീയമായി പരിഷ്കരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ ഭരണഘടനകളിലെയും പഠിച്ച് അതിൽ നിന്ന് കോപ്പി അടിച്ചു എന്നുള്ളതാണ് നമ്മളെ ഒരു വലിയ കാര്യം നടത്തുന്നത്. അപ്പോൾ അതിൽ ഏകദേശം അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കിയിരുന്ന നിയമവ്യവസ്ഥകളിൽ നിന്നാണ് കുറേ കോപ്പി അടിച്ചത്. പിന്നെ റഷ്യയിൽ നിന്ന് കോപ്പി അടിച്ചു, പല രാജ്യങ്ങളിൽ നിന്നും കോപ്പി അടിച്ചിട്ടുണ്ട്.
അമേരിക്കയിൽ നിന്ന് കോപ്പിയടിച്ചു. അങ്ങനെ പല രാജ്യങ്ങളും സർവേ ചെയ്ത് അതിൽ നിന്നൊക്കെയുള്ള കോപ്പിയടി നടത്തിയിട്ടാണ് നമ്മളെ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ആ ഭരണഘടനയെ പരമാവധി ഇന്ത്യയുടെ മണവും ചൂരും മണവും സംസ്കാരവും അടങ്ങിയ ഒരു പുതിയ ഈ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ ഈ ആധുനിക ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ സമത്വസുന്ദരമായ ഒരു രാജ്യത്ത് എങ്ങനെ ജീവിക്കണം, അതിൽ പരമാവധി എങ്ങനെ ഈ അധികാരങ്ങൾ താഴേക്കിടയിലേക്ക് എത്തിക്കണം എന്നത് വളരെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചിട്ട് അത് പരമാവധി എല്ലാ അവസാനത്തെ മനുഷ്യനും ലഭ്യമാകുന്ന രീതിയിൽ ഭരണഘടനയെ പരിഷ്കരിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നെങ്കിലും 75 കൊല്ലമായിട്ടെങ്കിലും നമ്മുടേതായ ഒരു ഭരണഘടന, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടന, നമ്മളുടെ താല്പര്യമുള്ള എല്ലാവർക്കും അതിൽ ഭാഗവാക്കാവാനും അതിൽ പ്രാതിനിധ്യമെങ്കിലും ഉണ്ടാക്കാനും ഒരു അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയും അതിന് വിപുലമായ ചർച്ചയിലൂടെ, വിപുലമായ സംവാദത്തിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം, സ്വാതന്ത്ര്യം എന്നത് എന്താണ്, ഈ സ്വാതന്ത്ര്യത്തിൽ എന്തൊക്കെ അവകാശങ്ങളാണ് ഓരോ വ്യക്തിക്കും നൽകേണ്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്തൊക്കെ, മൗലിക അവകാശങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്ന് ബുദ്ധിയും വിവേകമുള്ള ഒരാൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെ ഭരണഘടനയിൽ വളരെ സങ്കടമാണ്. അതിൽ കമ്പൽസറി ആയിട്ടൊരു മനുഷ്യന് ആവശ്യമുള്ള മൗലികമായ അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിൽ കുറിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ശുദ്ധവായുവാണ് ഏറ്റവും ആദ്യം ഒന്ന് വേണ്ടിയത്. കാരണം ഓരോ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇല്ലാതായിപ്പോവും. അത് ശുദ്ധവായു നമ്മൾ ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ വേണ്ടത് ശുദ്ധജലമാണ്. ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിലെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ പിന്നെ ഭക്ഷണം, അടുത്തതായിട്ട് ഇനി സാംസ്കാരികമായ വസ്ത്രം, അതും ഒരു വേണമെന്ന് പറയാം. പിന്നെ വിദ്യാഭ്യാസം, തൊഴിൽ, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അതൊക്കെയാണ് കമ്പൽസറി ആയിട്ട് ജീവൻ നിലനിർത്താൻ ഓരോ വ്യക്തിക്കും പൗരനും ആവശ്യമായത്. നേരെ മറിച്ച് വെള്ളക്കാരന് താല്പര്യമുള്ള എന്തൊക്കെ അതിൽ ഉറപ്പിച്ചിട്ടുണ്ട് നോക്കുക. സ്വത്തവകാശം, സ്വത്ത് എത്ര വേണമെങ്കിലും സ്വന്തമാക്കാനും അതിനുള്ള അവകാശം. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം. അടുത്തതായിട്ട് മതസ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യം അവിടെ നിൽക്കുന്നില്ല. ഈ യഥാർത്ഥത്തിൽ ഈ ഭരണഘടനയുടെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കുൽസിതമായ ബുദ്ധി യഥാർത്ഥത്തിൽ ശരിക്കും അതിൽ നടത്തും. മതസ്വാതന്ത്ര്യം നമ്മളൊക്കെ എല്ലാവർക്കും അംഗീകരിക്കാവുന്നതാണ്, വേണ്ടതാണ്. പക്ഷെ മതപരിവർത്തന സ്വാതന്ത്ര്യം നടത്താനായിട്ടുള്ള എല്ലാ വകുപ്പുകളും, അതായത് മതപ്രചാരണ സ്വാതന്ത്ര്യം. എന്തിനാണ് ഈ മതം പ്രചരിപ്പിക്കുന്നത്? മതം പ്രചരിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ നമ്മളെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള ഈ ഒരു മതത്തിൻ്റെയും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുണ്ടോ? അത് തന്നെ
പ്രത്യേകിച്ച് അതിനെതിരായിട്ടുള്ള മതങ്ങളുണ്ടെങ്കിൽ, അതിനായിട്ടുള്ള മതങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഒരു വെള്ളം ചേർക്കലായിരുന്നു യഥാർത്ഥത്തിൽ മതപ്രചാരണ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിച്ചത്. മതപ്രചാരണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് വെള്ളക്കാരൻ അവരുടെ ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യയിൽ, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരം നിലനിർത്താനായിട്ട് ഉണ്ടാക്കിയ ക്രൂസൈഡേഴ്സാണെന്നർത്ഥം. അതിന് അവരുടെ അധികാരം നിലനിർത്താനായിട്ടുള്ള മതപരമായ ഒരു കൾച്ചറൽ ഡൊമൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യാനിറ്റി ഇവിടെ പ്രചരിച്ചത്. അതിന് എല്ലാ പ്രോത്സാഹനങ്ങളും അവർ കൊടുത്തിരുന്നു, ശരിയാണ്. പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിൽ പിന്നീട് ഭരണഘടന ജനാധിപത്യവൽക്കരിക്കപ്പെട്ടതിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന വെള്ളക്കാരൻ ബോധപൂർവം ഇവിടെ ഉണ്ടാക്കിയിരുന്ന മതവിരുദ്ധത അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും വിരോധവും എല്ലാം കൂട്ടാനും അത് നിലനിർത്താനും അതുവഴി ഈ ഇന്ത്യക്കാരെ വിഭജിക്കാനും ഏറ്റവും കൂടുതൽ സഹായിച്ച ചില ആക്റ്റുകളാണ് ഈ 25 മുതൽ 30 വരെയുള്ള ആക്റ്റുകൾ. അതായത് ആദ്യം മതസ്വാതന്ത്ര്യം, അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷെ മതപ്രചാരണ സ്വാതന്ത്ര്യം, പിന്നെ മതസ്ഥാപനങ്ങൾ നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം, ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ സ്ഥാപനങ്ങളുടെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭരണഘടനയിൽ ഉറപ്പിച്ചു എന്നുള്ളതാണ് ശരി. അത് വേണോ വേണ്ടെന്ന് ആയിക്കോട്ടെ, ഇനിയും അതാവാം. പക്ഷേ അത് നമ്മുടെ ഇന്ത്യക്കാർ ഇന്ന് വോട്ടവകാശമുള്ള മുതിർന്ന എല്ലാ മനുഷ്യരും കൂടി തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുത്തിട്ടുള്ള ഒരു പ്രതിനിധി സഭ ഉണ്ടാക്കിയതാണെങ്കിൽ തിരക്കില്ല. ഇതല്ല, ഇത് വെള്ളക്കാരൻ്റെ താല്പര്യമനുസരിച്ച് വെള്ളക്കാരൻ നിയമിച്ചനുസരിച്ചുള്ള കുറേ മെമ്പർമാരുണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇതൊക്കെ മതം എന്നതും അഭിപ്രായം എന്നതും സ്വത്ത് എന്നതൊക്കെ ഓപ്ഷനിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് സ്വത്ത് എന്നത് ഒരു കാര്യമേ ആയിരുന്നില്ല. പല ആൾക്കാരും ഉന്നതമായ നിലവാരം പുലർത്തിയ മാനസിക, സാമൂഹ്യ, സാംസ്കാരിക നിലവാരം പുലർത്തിയ പലരും സ്വത്തൊക്കെ പരിപൂർണമായും ഉപേക്ഷിച്ചതിന് എത്രയോ സാധുക്കളും അതേപോലെ സന്യാസിമാരും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അവിടെ സ്വത്തവകാശം എന്നുള്ളത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവന് മതി. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനും അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. ഒരാൾക്ക് അഭിപ്രായം ഇല്ലെങ്കിലോ, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടിണി കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായമല്ല ആവശ്യം, റൊട്ടിയാണ് ആവശ്യം. അതല്ലേ നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത്. അത് ഉറപ്പുവരുത്താതെ ഇതുറപ്പുവരുത്തിയത് വെള്ളക്കാരൻ്റെ താല്പര്യം കൊണ്ട് മാത്രമാണ്. വെള്ളക്കാരൻ്റെ താല്പര്യങ്ങൾ നിലനിർത്താനുള്ള എല്ലാ വകുപ്പുകളും അതിൽ കൊടുത്തു. നേരെ മറിച്ച് നമുക്കാവശ്യമുള്ള, മനുഷ്യനാവശ്യമുള്ള, ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഒക്കെ ഇഗ്നോർ ചെയ്യാൻ നമ്മളെ ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ബഹുമാനപ്പെട്ട മെമ്പർമാരൊക്കെ അവഗണിച്ചെന്നോ അല്ലെങ്കിൽ അവരെ മസ്തിഷ്ക പ്രാക്ഷാളനത്താൽ അവരെ ആ രീതിയിലാക്കി എന്നുള്ളത് സത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ വേണോ വേണ്ടേ? മതസ്വാതന്ത്ര്യം, മതപരിവർത്തന സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കണ്ടില്ലേ, മറ്റുള്ള ആൾക്കാരെ ഈ
ഈ മതസ്വാതന്ത്ര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാനുള്ള അവകാശത്തിൻ്റെ കീഴിൽ പിന്നെ സ്കൂളുകൾ ഉണ്ടാക്കിയിട്ട് ആ സ്കൂളിലാണ് അവരുടെ എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളെ പിന്നെ ഇസ്ലാമിക്ക് വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്ന ഒരവസ്ഥകൾ നോക്കിയാൽ നിങ്ങൾ. അതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. മാത്രമല്ല, ഇതൊക്കെ തന്നെ വെള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരുന്നു. ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യയുടെ കാര്യങ്ങൾ സ്വയം ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നതോട് തന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഈ ഭൗമഗോളത്തിലെ നിലനിർത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യം പുലർത്തുന്ന ബഹുരാഷ്ട്ര കുത്തകളുടെയും ക്യാപിറ്റലിസത്തിൻ്റെയും കടക്കൽ കത്തിവെക്കുന്ന ഒന്നായിരിക്കും ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കുക എന്നത്. നമുക്കെപ്പോഴും മറ്റുള്ളവനെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അവിടെയുള്ള എല്ലാ പടപ്പുകളും ഇവിടെ ഒരു നല്ല മാർക്കറ്റായിട്ട് തന്നെ നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം നമുക്ക് സ്വാതന്ത്ര്യം ഇന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വിചാരിക്കുകയാണ് ലോകത്തിലെ ആകെയുള്ള ജനസംഖ്യയിലെ 1/5 നമ്മൾ ശരിക്കുണ്ട് ഇവിടെ. ആ 1/5 പറഞ്ഞാൽ എത്ര ചെറിയ വസ്തുവാണെങ്കിലും വലിയൊരു മാർക്കറ്റാണത്. നേരെ മറിച്ച് ഇങ്ങനെ തേരോടാൻ, മാർക്കറ്റ് ഒന്നായിട്ട് അടക്കി ഭരിക്കാനും തേരോടാനും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും നേരെ മറിച്ച് നമ്മളെപ്പോലുള്ള ചൈനയിൽ സാധ്യമല്ല. അവിടെ എന്ത് കാര്യത്തിനും കൃത്യമായ വ്യക്തമായ നിയമങ്ങളും അവിടെ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു ഭരണ നേതൃത്വമുണ്ട്. നമുക്കതില്ല. അപ്പോൾ അതിനൊക്കെ യഥാർത്ഥത്തിൽ അടിത്തറയാകുന്നത് നമ്മളെ ഭരണഘടനയാണ്. നമ്മളെ ചൂഷണം ചെയ്യണോ ചെയ്യണ്ടേ എന്ന് പോലും നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശം കൃത്യമായിട്ട് നിയമപരമായിട്ട് നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് നമ്മുടേതായ ഒരു ഭരണഘടന ഉണ്ടാക്കണം. അത് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയാകുമ്പോൾ എങ്ങനെ ഏറ്റവും താഴേക്കിടയുള്ള ആൾക്കാർക്ക് എത്ര കണ്ട് അവകാശങ്ങളും ഉറപ്പുവരുത്താൻ കഴിയുന്നോ അത് ഉറപ്പുവരുത്താൻ കഴിയുള്ള രീതിയിൽ ശാസ്ത്രീയമായി സാമൂഹ്യമായ വളരെ കൂടുതൽ ചർച്ച ചെയ്തിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഭരണഘടന ഉണ്ടാവണം. അത് വൈബ്രൻ്റ് ആയിരിക്കണം. പെട്ടെന്നൊന്നും ഉണ്ടാക്കി ഇനി ഒരിക്കലും മാറണ്ട എന്നുള്ളതല്ല. മാത്രമല്ല, ഇപ്പം നമ്മൾ പേടിക്കുന്നത് പോലെ ഇപ്പോൾ ഭരണഘടനക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഭരണഘടനയെ തന്നെ തകർക്കാവോ, ഇതുവരെ ഉണ്ടായിരുന്ന അവകാശങ്ങളൊക്കെ നഷ്ടപ്പെടും എന്ന ഒരു ഭയം, ഉൾഭയം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഉണ്ടായിരുന്നു. ഏതൊരാളെയും ഒരു കാരണവും പറയാതെ അയാൾ മരിക്കുന്നത് വരെ ജയിലിലിടാനോ ഇനി ജയിലിന് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനോ ഒക്കെയുള്ള ഒരു അവകാശം ഈ ഭരണഘടനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വൈകൃതങ്ങളൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കാനും നിഷേധിക്കാനും സാധ്യമല്ലാതാക്കാൻ പറ്റുന്ന രീതിയിൽ ബുദ്ധിപൂർവമായിട്ട്, ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ വേണം കേട്ടോ, അങ്ങനെയുള്ള ഒരു ഭരണഘടന നാം ഇവിടെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടേതായ ഭരണഘടന, ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടന, സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന, അതായത് ഡീകോളനൈസിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഡീകോളനൈസേഷൻ, അപകോളനീകരണം, ഇന്ത്യൻ ഭരണഘടനയുടെ അപകോളനീകരണം എന്ന കാര്യം നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അത്യാവശ്യമാണ്. അതിനുള്ള എല്ലാ കഴിവും നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്കുണ്ട്.
ഇന്ത്യൻ ജനതയ്ക്കുള്ള അർഹതപ്പെട്ട കാര്യം, അത് നല്ലതോ ചീത്തതോ ആയിക്കോട്ടെ, അതിനെ നമുക്ക് അർഹതയുള്ളൂ. അല്ലെങ്കിൽ വെള്ളക്കാരൻ്റെ ബുദ്ധി നമുക്ക് വേണ്ട. അത് അപകടകരമാണ്, കവർച്ചയുടേതാണ്, അസത്യത്തിൻ്റേതാണ്. അവരുടെ ചരിത്രമൊക്കെ അങ്ങനെയാണെന്നർത്ഥം. അതൊരിക്കലും മാനുഷികമോ അന്തസ്സുള്ളതോ പിന്നീട് എന്തിനാ പറയുന്നത്, അനുകരിക്കാവുന്നതോ അല്ല. എന്നും അവരാണ് ശരി, അവരാണ് ഏറ്റവും മഹത്തരം എന്ന് പറയുമെങ്കിൽ പോലും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ട ജീവികളാണ്. കേട്ടിട്ടുണ്ടാവും പിന്നെ കറുപ്പ് യുദ്ധമൊക്കെ അല്ലേ, ചൈനയുമായി ചെയ്ത കറുപ്പ് യുദ്ധമൊക്കെ. അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു ജനതയാണ് ഇപ്പോഴല്ലെങ്കിൽ മുമ്പ് വെസ്റ്റേണേഴ്സ്. ഈ ഭരണഘടനയൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നപ്പോഴാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയ കാര്യമായിട്ട് കോപ്പി അടിച്ച ഈ ഭരണഘടനയൊക്കെ ഉള്ളപ്പോഴാണ് അവർ മറ്റു രാജ്യത്ത് പോയിട്ട് അവിടെ കറുപ്പ് ചിലവാക്കാൻ നമുക്ക് അവകാശമുണ്ട്, അതിനുവേണ്ടി യുദ്ധം ചെയ്തവരാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയല്ലാത്ത തികച്ചും മൗലികമായ മനുഷ്യ സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ വിമോചനവും മനുഷ്യൻ്റെ അവകാശങ്ങളും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ഒരു നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു ബോധമെങ്കിലും മെല്ലെ മെല്ലെ നമ്മുടെ സമൂഹത്തിൽ വളരട്ടെ. ആ വളർന്ന് ഇത് ശരിയാണെങ്കിൽ ഒരു 10 കൊല്ലത്തിന് അകമെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ഭരണഘടന, അതായത് ഒരിക്കലും ഇങ്ങനെയുള്ള കള്ളന്മാരോ അല്ലെങ്കിൽ ഈ ഇന്നത്തെ ജനാധിപത്യ രീതിയിൽ പല വൈകൃതങ്ങൾക്കും പല ചാൻസുകളുണ്ട് എന്നർത്ഥം. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഇത്രയും വൈവിധ്യങ്ങൾ ഉള്ള സംസ്കാരങ്ങളുള്ള ഒരു രാജ്യത്ത് പല രീതിയിലും ഇതിൻ്റെ മേലെ എത്താൻ പലർക്കും കഴിഞ്ഞേക്കും. അപ്പോൾ അവർക്കൊന്നും തന്നെ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത രീതിയിൽ അവരെല്ലാം ശരിയായ കൃത്യമായ കണിശമായ ഒരു തലത്തിനകത്ത് മാത്രം സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശങ്ങൾ നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഭരണഘടന നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുള്ള ഒരു പ്രയാണത്തിൻ്റെ തുടക്കമായിട്ട് ഇതിനെ കാണണം. പരമാവധി ഇത് ശരിയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം എന്നേ പറയാനുള്ളൂ. നിങ്ങളെ കമൻസ് ഇതിൽ ചേർക്കണം. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.